201 എന്നൊരു മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ ഇറാൻ്റെ തെക്കൻ പ്രവിശ്യയിൽ വടക്കൻ പ്രവിശ്യയിൽ അതായത് മിനാബ് അടങ്ങുന്ന പ്രൈമറി സ്കൂളിലായിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. ആ പ്രൈമറി സ്കൂളിൽ തന്നെ കൊല്ലപ്പെട്ടത് ഏകദേശം 83ഓളം പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ ഹോർമുസ്ഖാൻ പ്രവിശ്യ അടങ്ങുന്ന തെക്കൻ മേഖലയിലും വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ആക്രമണത്തിൽ ഇറാന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ രീതിയിൽ അവിടെയുണ്ടായ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ മരണസംഖ്യയുടെ കണക്കുകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ 201 എന്ന ഞെട്ടിക്കുന്ന മരണസംഖ്യ കണക്കാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴും ആശങ്കാജനകമായ സാഹചര്യമാണുള്ളത്. കാരണം 700-ലധികം പേർക്ക് പരുക്കുണ്ട് എന്ന റിപ്പോർട്ടുകളും കൂടി പുറത്തേക്ക് വരുമ്പോൾ അഞ്ജു എസ് പാലൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. അഞ്ജു, ഏറ്റവും ഞെട്ടിക്കുന്ന ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുതയാണ് 201-ലധികം മനുഷ്യന്മാരുടെ ജീവൻ ഇല്ലാതാവുക എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു നിർത്തിയത് തന്നെയാണ്. 201 പേരുടെ ജീവനാണ് ഇറാനിൽ ഈ ഒരു ആക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നത്. 747 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുന്നു. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണത്തിലാണ് അവർ കൃത്യമായി തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ മാത്രം നടത്തിയെന്ന് പറയുന്ന ഈ ആക്രമണത്തിലാണ് 201 പേരുടെ ജീവൻ നഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് ഇറാനിയൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ഈ 201 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. 201 പേർ കൊല്ലപ്പെടുകയും 747 പേർ പരിക്കുകളോടെ ചികിത്സയിൽ കഴിഞ്ഞതായിട്ടുള്ള വിവരമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഔദ്യോഗികമായിട്ട് അധികൃതരിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഈ മരണസംഖ്യ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വാർത്തകളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാനിയൻ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. കാരണം ഒരു ആക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്കകം ഇത്രയധികം ജീവനുകൾ നഷ്ടമാകുക എന്ന് പറയുന്നത് ആ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു പക്ഷേ വലിയ പ്രത്യാക്രമണങ്ങൾ ഒരു മറു സൈഡിൽ നൽകുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ രാജ്യത്ത് ഇത്രയും പൗരന്മാരുടെ ജീവൻ നഷ്ടമായത് ആ ഒരു രാജ്യം എങ്ങനെ സഹിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷ നൽകാൻ ആ ഒരു ഭരണാധികാരിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ വരും. കാരണം 200 പേരിലധികം മരണപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളടക്കമുള്ളവരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഒരു പ്രൈമറി സ്കൂളിലെ ആക്രമണത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ 85 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയായിരുന്നു വന്നത്. അതിനുശേഷം മരണസംഖ്യയിൽ കാര്യമായ വർധനമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് ഇറാനിയൻ മാധ്യമങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 201 പേർ ഇറാനിൽ വിവിധ പ്രവിശ്യകളിലായിട്ട് 24 പ്രവിശ്യകളിലാണ് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് വ്യോമാക്രമണം നടത്തിയത്. ഈ വ്യോമാക്രമണത്തിലാണ് 201 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ വരേണ്ടിയിരിക്കുന്നു. എന്നാൽ അതൊന്നും വന്നിട്ടില്ല. ഇതുവരെയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടില്ല. എന്തെന്ന് വെച്ചാലും ഇറാനിൽ ഇത്രയും വലിയൊരു മരണസംഖ്യ ഉയരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അവസാനം ലഭിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് 201 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കുവൈറ്റിലടക്കം ഈ റമദാൻ മാസമാണിപ്പോൾ. ഈ റമദാൻ മാസത്തിൽ പല ചടങ്ങുകളുമുണ്ട്. അപ്പോൾ കുവൈറ്റിലെ റമദാനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾക്ക് കുവൈറ്റിലെ പ്രാർത്ഥനകൾ വ്യാഴാഴ്ച വരെ നിർത്തി വെക്കുന്നതായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കുവൈറ്റിലെ എല്ലാ പള്ളികളിലും റമദാനിൽ നടത്തുന്ന രാത്രി പ്രാർത്ഥനകൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ റദ്ദാക്കിയതായിട്ടാണ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വ്യാഴാഴ്ച ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഒന്നും കാണില്ല. റമദാൻ മാസമാണ്, പുണ്യമാസമാണ്. അത്തരത്തിൽ ആ പുണ്യമാസത്തിൽ റമദാൻ പ്രാർത്ഥനകൾക്ക് കൂടി ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കുവൈറ്റിലുള്ളത്. കാരണം ജനവാസ മേഖലയിലേക്ക് കൂടി ഇറാന്റെ ആക്രമണം ജനവാസ മേഖലയിലേക്ക് കൂടി കടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കുവൈറ്റ് എത്തുന്നത്. അതുപോലെ തന്നെ
ക്ലാസ്സുകൾ കുറച്ച് ദിവസത്തേക്ക് ഇനി ഓൺലൈനുകളിലേക്ക്, കുട്ടികളുടെ ക്ലാസ്സുകൾ ഓൺലൈനിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം കൂടി വന്നു. അത് മാത്രമല്ല ഖത്തറിൽ പൊതുപരിപാടികൾ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ ഖത്തറിലെ പൊതുപരിപാടികൾക്കും വിലക്കുണ്ട്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങളും സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഖത്തറുകളിലെ പൊതുപരിപാടികളെല്ലാം നിർത്തിവെക്കുന്നുണ്ട്. ഈ റെസ്റ്റോറൻറ്റുകളിൽ പോവുക, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ പോയി ഫുഡ് കഴിക്കുക, പൊതുപരിപാടികൾ നടത്തുക, ഒത്തുചേരലുകൾ നടത്തുക, വിനോദ പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും നിയന്ത്രണം ഖത്തറിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു റമദാൻ കാലമാണ്, അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലും മറ്റുമെല്ലാം വലിയ രീതിയിലുള്ള തിരക്കുകളുണ്ട്. അതെല്ലാം കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം കൂടി ഇപ്പോൾ ഖത്തർ ഇറക്കിയിരിക്കുന്ന നിയന്ത്രണ പ്രകാരം നമുക്ക് ആവശ്യമില്ലാതെ എല്ലാ പൊതുപരിപാടികളും നിയന്ത്രിക്കണമെന്ന് തന്നെയാണ് ഖത്തർ അറിയിച്ചിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് വരുന്നോടം വരെ ആ ഒരു നിയന്ത്രണം തുടരണമെന്നുള്ളൊരു കാര്യം ഖത്തറും കൂടി വ്യക്തമാക്കുന്നുണ്ട്. കുവൈത്തിലാണ് ഈ റമദാൻ പ്രാർത്ഥനകൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇറാന്റെ ആക്രമണങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അധികൃതരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്.